ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ അല്ലാതെ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളിതിൽ കേരളത്തിലാണ് ഉണ്ടാകുക. ഏഴിമല കേരളത്തിലാണ് വരുന്നത്. നമ്മുടെ കണ്ണൂരുള്ള നേവൽ അക്കാഡമിയിലേക്കായിരിക്കും ഇനിഷ്യലി തന്നെ നമ്മളെ ഇതിൻ്റെ ട്രെയിനിങ്ങും പോസ്റ്റിങ്ങും കാര്യങ്ങൾ അവിടെയാണ് വരുന്നത്. സോ എന്തായാലും നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവിയുടെ പുതിയൊരു അപേക്ഷ കൂടി തുടങ്ങാനായിട്ട് പോവുകയാണ്. ഇത് അഗ്നിവീർ അല്ല, ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് അപേക്ഷ വിളിക്കുന്നത്. ഇതിന് പരീക്ഷ ഉണ്ടാവുന്നതല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇനി എക്സിക്യൂട്ടീവിലേക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിലേക്കുള്ള പുതിയൊരു അപേക്ഷയാണ് വിളിച്ചത്. ജാൻ 2027 ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് ഇതിൻ്റെ സെലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം. സോ ഇതിന് എലിജിബിൾ ആകുന്ന മെൻ ആൻഡ് വുമൺ, അൺമാരീഡ് ആയിട്ടുള്ള മെൻ ആൻഡ് വുമൺ ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോകാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, നമ്മുടെ കണ്ണൂരിലുള്ള കേരളത്തിലുള്ള ഏഴിമലയിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ള പോസ്റ്റ് ഏത് ബ്രാഞ്ചാണെന്ന് നോക്കുകയാണെങ്കിൽ കാഡർ പറയുന്നത് SSC എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ്. SSC എന്ന് പറയുമ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് കേട്ടോ. SSC എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 1 ജാൻ 2002 അതുപോലെ തന്നെ 1 ജൂലൈ 2007 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് 60% മാർക്ക് ഇംഗ്ലീഷിൽ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി. അതിൻ്റെ കൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത, അതായത് MSc അല്ലെ BE BTech അല്ലെങ്കിൽ MTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ സോഫ്റ്റ്വെയർ സിസ്റ്റം അല്ലെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലെ ഡാറ്റ അനലിസ്റ്റിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലയിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇതില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MCA വിത്ത് BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ആകെ മൊത്തം 15 വേക്കൻസീസ് ആണ് ഓൾ ഓവർ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഓൾ ഓവർ ഇന്ത്യയിലാണ് കേട്ടോ. പിന്നെ ഇതിന് പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് 16 മെയ് 2026 അപേക്ഷ തുടങ്ങാൻ പോകുന്നുള്ളൂ. തുടങ്ങുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ കൊടുത്ത് ചെയ്യും. അല്ല നിങ്ങൾക്ക് ആ ടൈമിൽ തന്നെ ചെയ്യണമെന്ന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നേവിയുടെ ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം. 1 ജൂൺ 2026 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നും കൂടി നേവി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ കൂടുതൽ വിവരങ്ങൾ അന്ന് പ്രൊവൈഡ് ചെയ്യാം, അപേക്ഷ തുടങ്ങുമ്പോൾ പ്രൊവൈഡ് ചെയ്യാം. സോ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം തന്നെ വരുന്നത് ഷോർട്ട് ലിസ്റ്റാണ്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് SSB ഇൻ്റർവ്യൂ ഉണ്ടാകുന്നതാണ്. ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക്, SSB ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല, പറയുന്നത് പോലെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ അതിനാവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷയോ കാര്യങ്ങളോ തന്നെ ഇതിനില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നത്. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.